ഹലോ. അപ്പോൾ ഇന്ന് കുറച്ച് കല്യാണ വിശേഷങ്ങളും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഡാമിലേക്കൊക്കെ പോയതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവർ ചെക്കനും പെണ്ണും വരുന്ന സമയത്തുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ സ്റ്റേജിലത്തെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും പിന്നെ നമ്മുടെ ലീഡേഴ്സും ടീമൊക്കെ വന്ന സമയത്ത് അവരുടെ കൂടെ പിന്നെ കുറച്ച് തിരക്കിലായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിൻ്റെയാണ്, വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ എടുത്ത ഫോട്ടോയൊക്കെയാണ്. അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഡാമിലേക്ക് പോകണം, ഞങ്ങളെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം ഡാമിലേക്ക് പോയി. അപ്പോൾ ഡാമിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ ഉൾപ്പെടുത്താത്ത കുറച്ച് വീഡിയോസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അന്നൊന്നും ഞാൻ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് ചീനിയിലേക്കാണ്. അപ്പോൾ ചീനിയിലേക്കൊക്കെ പോണ സമയത്ത് നമുക്ക് അവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും നമ്മൾ റിപ്പീറ്റഡ് ഇങ്ങനെ ഇടുമ്പോൾ ഒരു ബോറായി തോന്നും. അപ്പോൾ അങ്ങനെ 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി. അപ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കറക്റ്റായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇതിൽ കുറച്ച് ആളുകളൊക്കെ മുമ്പൂടെ വന്നിട്ടുള്ളവരാണ്, കുറച്ച് ആളുകളൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ അവർക്കുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല ഇഷ്ടമായി ഈ ഏരിയ. പക്ഷേ അവർക്ക് അധികം സമയം കിട്ടിയില്ല എന്ന് മാത്രം സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയൊരു ദിവസം ഇതിനായിട്ട് അവർ വരണം എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിലിറങ്ങാനുള്ള ഒരു സെറ്റപ്പോട് കൂടിയിട്ടൊന്നുമല്ലല്ലോ അവർ വന്നിട്ടുള്ളത്, കല്യാണത്തിന് വന്നിട്ടുള്ളതാണല്ലോ. അപ്പോൾ വെള്ളത്തിലിറങ്ങാനൊക്കെ അവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു വഴി കുറച്ച് പ്രശ്നമുള്ളൊരു വഴിയാണ്. കാരണം മഴ പെയ്തിട്ട് അവിടെ വഴുക്കലും കാര്യങ്ങളും കല്ലും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പോൾ അവർ പിടിച്ചിട്ടുള്ള അതുണ്ടല്ലോ, അത് മതിലൊന്നും അല്ല കേട്ടോ, അതൊരു മരത്തിൻ്റെ വേരാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ വലിയൊരു മരമാണ്. ആ ഒരു മരത്തിൻ്റെ വീഡിയോ ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനിയൊരു സമയത്ത് ആ മരത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ആൾക്ക് അവിടുന്ന് ഇറങ്ങാനായിട്ട് നല്ല പേടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും താഴത്തെത്തി വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ്. കുറച്ച് ആളുകളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യം ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല ഏരിയ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. അപ്പോൾ ആ ഇരിക്കുന്ന ആൾക്ക് ആ കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഇതിന് മുമ്പ് ആളിവിടെ വന്നിട്ടുണ്ട്. ആ വന്ന സമയത്തും ആ കല്ലമ്മ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാലാണ് ആൾക്കൊരു സമാധാനമാവുള്ളൂ. ഭയങ്കര അഭിനയമൊക്കെയാണ്, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ അവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവർക്ക് സമയം കിട്ടാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. നമ്മളങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറി. അപ്പോൾ ഈ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെള്ളത്തിൽ ഇറങ്ങി എൻജോയ് ചെയ്തേനെ. അപ്പോൾ അവർക്ക് അതിന് സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ അവിടുന്ന് നമ്മൾ നീങ്ങി. പിന്നെ ഡാമിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. ഡാമിൽ പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതായതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കൊട്ടവഞ്ചിയുടെ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. കൊട്ടവഞ്ചി 4 കൊട്ടവഞ്ചി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരു വഞ്ചിയിൽ 4 ആൾ വെച്ചിട്ടാണ് കേട്ടോ കയറ്റുക. ഇതിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. കാരണം അവർ ആ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മളിട്ടിട്ട് നന്നായിട്ട് കറക്കും, കൊട്ടിട്ടിട്ട് കറക്കും. അപ്പോൾ തലകറക്കം ഛർദിയൊക്കെ വരുന്നവർക്കാണെങ്കിൽ വരും. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോ ഒന്നും അവിടുന്ന് ഞാൻ കവർ ചെയ്തിട്ടില്ല. കാരണം കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ഇതന്നെ ഇടുമ്പോൾ അതൊരു സുഖമില്ലല്ലോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ വീഡിയോ എടുത്തു പോകും. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടു പോകുന്നത് നന്നായിരിക്കും. നമുക്ക് ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാൻ, ഒരു ദിവസം പോരാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കാടിൻ്റെ ഉള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഫോറസ്റ്റുകാരൊക്കെ നമ്മളെ കൂടെ വരും. നമ്മൾ ഒറ്റയ്ക്കൊന്നും ആ ഏരിയയിലേക്ക് വിടില്ല. പിന്നെ ഡാമിൻ്റെ അടുത്ത് എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്. അപ്പോൾ അവളുടെ വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. അവളുടെ മുറ്റത്ത് വന്നിട്ടുള്ള അതിഥികളാണ്. അപ്പോൾ ഇവരിവിടെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. ഇവരവിടുത്തെ പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സൊക്കെ നശിപ്പിക്കും. അതാണ് ഇവരുടെ മെയിൻ ഹോബി. അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അടുത്തേക്ക് ഇങ്ങോട്ട് ഓടി വരും ഇവർ. അപ്പോൾ നമ്മൾ തിരിഞ്ഞോടും. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരേ സപ്പോർട്ടുമാണ് എനിക്ക് നല്ല വീഡിയോ ഇടാനായിട്ടുള്ളൊരു പ്രചോദനം. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.